സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ ആയുധങ്ങൾക്കായി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, ചരിത്രം വഴിമാറുകയാണ്. യൂറോപ്പിന്റെ അതിർത്തികൾ കാക്കാൻ ഇനി ഇന്ത്യൻ നിർമ്മിത പീരങ്കികൾ ഗർജിക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധത്തിനായി ഇന്ത്യയെ തേടിയെത്തുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഫ്രാൻസിലെ പാരീസിൽ നടന്ന യൂറോ സ്റ്റോറി 2026 ഡിഫൻസ് എക്സ്പോയിലാണ് ഇന്ത്യയുടെ അഭിമാനമായി ഈ വമ്പൻ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള ഭാരത് ഫോർജും സ്വീഡനിലെ നാമോ കമ്പനിയും തമ്മിലാണ് തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പീരങ്കി ബാരലുകളും വെടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള മർദ്ദം ചോരാതിരിക്കാൻ സഹായിക്കുന്ന അത്യാധുനിക ബ്രീച്ച് മെക്കാനിസങ്ങളും ഉൾപ്പെടെയുള്ള വലിയ പീരങ്കി അനുബന്ധ ഘടകങ്ങൾ ഇനി ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കപ്പെടും. മേക്ക് ഇൻ ഇന്ത്യയും മെയ്ഡ് വിത്ത് സ്വീഡനും കൈകോർക്കുന്ന ഈ സംരംഭം സ്വീഡനിലെ കിൽസ്റ്റയിലുള്ള ഭാരത് ഫോർജിന്റെ അത്യാധുനിക പ്ലാന്റിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യയെ ആശ്രയിക്കുന്നത് എന്നതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലെ മാറിയ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈനിക പുനരുജ്ജീവനത്തിനായി യൂറോപ്യൻ യൂണിയൻ വലിയ തോതിൽ ആയുധ സംഭരണം ആരംഭിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി അമേരിക്കയും മറ്റ് പാശ്ചാത്യ കമ്പനികളെയും മാത്രം ആശ്രയിച്ചിരുന്ന അവർ ഇപ്പോൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ലോകത്ത് എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും തികഞ്ഞ പ്രൊഫഷണലിസത്തോടെ അത്യാധുനിക ആയുധങ്ങൾ വിതരണം ചെയ്യാൻ കെൽപ്പുള്ള ഒരു വിശ്വസ്ത ഡിഫൻസ് ഹബ്ബായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്ന കാര്യം. ലഡാക്കിലെ കൊടും തണുപ്പിലും മഞ്ഞുമലകളിലും ശത്രുക്കളുടെ നെഞ്ചിരിപ്പ് കൂട്ടിയ ഇന്ത്യയുടെ ATAGS K9 വജ്ര തുടങ്ങിയ പീരങ്കികളുടെ ലോകോത്തര നിലവാരമാണ് പാശ്ചാത്യരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. ഹിമപ്പരപ്പുകളുള്ള നോർഡിക് രാജ്യങ്ങളിലെ കൊടും ശൈത്യത്തെ അതിജീവിക്കാൻ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മികവിന് മാത്രമേ സാധിക്കൂ എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് പ്രതിരോധ സാങ്കേതിക വിദ്യ നിഷേധിച്ച് ഇന്ത്യയെ മാറ്റി നിർത്തിയവർ തന്നെ ഇന്ന് അതേ സാങ്കേതിക വിദ്യയ്ക്കായി ഇന്ത്യയുടെ വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. കേവലം ഒരു ആയുധ ഇടപാടിനപ്പുറം ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഈ കരാറോടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, അതായത് തന്ത്രപരമായിട്ടുള്ള പങ്കാളികൾ എന്ന വലിയ തലത്തിലേക്ക് ഉയരുകയാണ്. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിൽ നിന്നും വികസിത രാജ്യങ്ങൾക്ക് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്ന ആഗോള ശക്തിയായി ഭാരതം വളർന്നിരിക്കുന്നു. പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവായി ആത്മനിർഭർ ഭാരതത്തിന്റെ ഈ അത്യുജ്വല വിജയം ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.